ഇറാൻ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗൾഫിന്റെ സാമ്പത്തിക രംഗം സെപ്റ്റംബറോടെ മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ്. സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പിന് പിന്നാലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. വെടിനിർത്തൽ നീട്ടാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴും ഏതാനും കപ്പലുകൾ മാത്രമാണ് ഇപ്പോഴും ഹോർമുസ് കടന്നുപോകുന്നത്. പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാന കടൽപാതയായ ഹോർമുസ് കഴിഞ്ഞ 3 മാസമായി സ്തംഭനാവസ്ഥയിലാണ്. സ്ഥിതി അത്ര നിലയിലേക്കല്ല ഗൾഫിനെ നയിക്കുന്നത്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം സൗദിയിൽ ഉൾപ്പെടെ വിവിധ പദ്ധതികളെ ബാധിച്ചു കഴിഞ്ഞു. ഇതര ഗൾഫ് രാജ്യങ്ങളിലും സമാനമാണ് സ്ഥിതി. 3 മാസത്തിലേറെയായി തുടരുന്ന അനിശ്ചിതത്വം ആഗോള സമ്പദ്വ്യവസ്ഥയെയും പ്രതിസന്ധിയിലാക്കി. ഈ മാസത്തോടെ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ സെപ്റ്റംബറോടെ മാന്ദ്യം പ്രതീക്ഷിക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സാധാരണഗതിയിൽ പ്രതിദിനം 135-ലധികം ചരക്കു കപ്പലുകളും ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 25% കടന്നുപോയിരുന്ന ഈ പാതയിൽ ഇപ്പോഴും സ്ഥിതി സാധാരണ നിലയിലല്ല. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ റിപ്പോർട്ടുകൾ പ്രകാരം US സെൻട്രൽ കമാൻഡ് കപ്പലുകൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളും വിവരങ്ങളും കൈമാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ ഗതാഗതത്തിൽ നേരിയ വർധനവ് പ്രകടമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ടാങ്കറുകൾ ഉൾപ്പെടെ സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്ത് രഹസ്യമായി ഈ പാത മുറിച്ചു കടന്നിരുന്നു. എന്നാൽ ഇതിലെല്ലാം റിസ്ക് നിലനിൽക്കുന്നതിനാൽ 6 ഇരട്ടി വരെ നിരക്കും വർദ്ധിച്ചു. ഒരു താൽക്കാലിക കരാറിലെത്തിയാൽ 60 ദിവസത്തേക്ക് ടോൾ ഈടാക്കാതെ കപ്പലുകൾക്ക് കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ. പക്ഷേ ശാശ്വത പരിഹാരത്തിലേക്ക് പോകാൻ ഇറാന് നഷ്ടപരിഹാരവും മരവിപ്പിച്ച വിദേശ ഫണ്ടുകളും US വിട്ടുകൊടുക്കേണ്ടി വരും. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നാണ് നിലവിലെ സൂചനകൾ. അതുണ്ടായില്ലെങ്കിൽ വീണ്ടും സംഘർഷ സാധ്യത നിലനിൽക്കും. അത് ഗൾഫിലെ ട്രംപിന്റെയുൾപ്പെടെ താൽപര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും സാമ്പത്തിക മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.